BSc ഒപ്റ്റോമെട്രിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ബേസിക്കലി പറയണമെന്നുണ്ടെങ്കിൽ MBBS കഴിഞ്ഞതിന് ശേഷം ഒഫ്താൽമോളജിയിൽ PG ചെയ്യുന്ന ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ റേഡിയോളജിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് MIT മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കാർഡിയോ കെയർ ടെക്നോളജിസ്റ്റ്. ഇതേപോലെ ഒഫ്താൽമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാശുപത്രിയിൽ പോകും. അപ്പോൾ കണ്ണാശുപത്രിയിൽ പോകുന്ന സമയത്ത് നമ്മളൊരു കണ്ണ് ഡോക്ടറല്ല നേരിട്ട് കാണുന്നത്, ഒരു ഒപ്റ്റോമെട്രിസ്റ്റാണ് നമ്മൾ ആദ്യം സമീപിക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ബേസിക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളെ കണ്ണ് ടെസ്റ്റ് ചെയ്യുക, നമ്മളെ കണ്ണിന് എന്തെങ്കിലും പവർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് തരിക, അതിന് വേണ്ടിയിട്ടുള്ള കണ്ണടകളും കോണ്ടാക്ട് ലെൻസുകളും പ്രിസ്ക്രൈബ് ചെയ്ത് തരിക, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡിസീസുകൾ കണ്ടുപിടിച്ച് തരിക, ഇഷ്യൂസ് കണ്ടുപിടിച്ച് തരിക. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ പ്രഷർ നോക്കുക. ഇതുപോലെ ബേസിക് ആയിട്ട് കണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. പിന്നീടാണ് ഒഫ്താൽമോളജിസ്റ്റ് നമ്മൾ ചികിത്സ ചെയ്യുക. അതായത് ഇപ്പോൾ സർജറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ കൂടെ ഒപ്റ്റോമെട്രിസ്റ്റാണ് അസിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവരുടെ മെയിൻ ജോബ് റോൾ എന്ന് പറയുന്നത് ഒന്ന് ബേസിക് ആയിട്ട് കണ്ണിൻ്റെ അസുഖങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുക, പിന്നീട് കണ്ണിൻ്റെ അസുഖങ്ങൾ സർജറിയിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒഫ്താൽമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക. ഈ രണ്ട് മേഖലകളിലാണ് ഒപ്റ്റോമെട്രിസ്റ്റ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഐ ഹോസ്പിറ്റൽസ് ഉണ്ട്, കണ്ണാശുപത്രികളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റുള്ള കണ്ണാശുപത്രി അല്ലാതെ തന്നെ എല്ലാ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒപ്റ്റോമെട്രിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണടയുടെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അപ്പോൾ ലെൻസ് കാർട്ട് പോലുള്ള ബ്രാൻഡുകൾ, കണ്ണട അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്രാൻഡാണത്. അതുപോലത്തെ ബ്രാൻഡുകളിൽ നമുക്ക് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണട നിർമ്മിക്കുന്ന മാനുഫാക്ചറിങ് ബ്രാൻഡുകൾ ഒരുപാടുണ്ട്, ലെൻസുകളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒപ്റ്റിക്കൽ ഷോപ്പുകൾ ഇടാൻ പറ്റും, കണ്ണട കടകൾ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റും. അതൊക്കെ ഒപ്റ്റോമെട്രിസ്റ്റിനെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഒപ്റ്റോമെട്രി. കേരളത്തിൽ ഈ കോഴ്സ് കുഹാസിൻ്റെ അണ്ടറിലാണുള്ളത്. ടോട്ടൽ 16 കോളേജുകളിലായിട്ട് 399 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഒരുപാട് കോഴ്സുകളെ കുറിച്ചിട്ടും അഡ്മിഷനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്.